കേരളത്തിലെ ജനങ്ങൾ കൊള്ളകൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ളയിൽ തുടങ്ങി നമ്മുടെ ആഗോള അയ്യപ്പ സംഗമ കൊള്ള വരെ എത്തി നിൽക്കുന്നു. അതിന്റെ ഇടയിലാണ് ഒരു വിചിത്രമായ ഒരു കൊള്ള വന്നിരിക്കുന്നത്. എന്താണെന്നോ? അടിവസ്ത്രക്കൊള്ള. സംശയിക്കേണ്ട, നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ തന്നെയാണ് ഈ ഒരു അടിവസ്ത്ര കൊള്ള എന്നൊരു വിവാദം പൊങ്ങി വന്നിരിക്കുന്നത്. അത് മറ്റാരുമല്ല, ആന്റണി രാജു എന്ന CPM MLA യുടെ ഭാഗത്തു നിന്നാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇത് ഇപ്പോൾ നടന്ന സംഭവമല്ല, 1990കളിലെ കഥയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയാൻ പോകുന്നത്. തൊണ്ടി മുതൽ കേസിൽ ആന്റണി രാജുവിന് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. ശിക്ഷ മരവിപ്പിക്കണമെന്ന ആന്റണി രാജുവിന്റെ ആവശ്യം തള്ളിയിരിക്കുകയാണ്. അയോഗ്യത നിലനിൽക്കുമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. തെരഞ്ഞെടുപ്പിലേക്കടക്കം മത്സരിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ആന്റണി രാജു മേൽക്കോടതിയെ സമീപിച്ചത്. ശിക്ഷ മരവിപ്പിക്കില്ല കോടതി, അയോഗ്യത നിലനിൽക്കുമെന്നുള്ളതാണ് ആന്റണി രാജുവിന്റെ അപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. ഇപ്പോൾ ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരുന്നു ഈ മേൽക്കോടതിയിൽ നിന്ന് വന്ന വിധി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി തയ്യാറെടുക്കുകയായിരുന്നു ആന്റണി രാജു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ അടക്കം ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. 1990 ഏപ്രിൽ 4 തിരുവനന്തപുരം എയർപോർട്ടിൽ വിമാനത്താവളത്തിൽ ഒരു ഓസ്ട്രേലിയൻ പൗരൻ വന്നിറങ്ങുന്നത്. ആ പൗരൻ വെറുതെ വന്നതൊന്നും അല്ല കേട്ടോ. ആ പൗരന്റെ അടിവസ്ത്രത്തിന്റെ അടിയിൽ 61 ഗ്രാം ഹാഷിഷ് ഉണ്ടായിരുന്നു. നമ്മുടെ എയർപോർട്ടിൽ വെച്ച് കൈയോടെ അയാൾ പിടികൂടി. ഇവിടെ നിന്നാണ് തുടക്കം, അടിവസ്ത്ര കൊള്ളയുടെ തുടക്കം ഇവിടെ നിന്നാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ ഓസ്ട്രേലിയൻ സ്വദേശി ആൻഡ്രൂ സാൽവദോർ സർവലി അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച 61 ഗ്രാം ഹാഷിഷുമായി ഇയാൾ പോലീസിന്റെ പിടിയിലാകുന്നു. കേസിന്റെ അന്വേഷണം പോലീസ് വേഗത്തിൽ പൂർത്തിയാക്കി. മയക്കുമരുന്ന് ഒളിപ്പിച്ച അടിവസ്ത്രമായിരുന്നു പ്രധാന തൊണ്ടി മുതൽ. തിരുവനന്തപുരം സെഷൻസ് കോടതി വേഗത്തിൽ വിചാരണ പൂർത്തിയാക്കി പ്രതിക്ക് 10 വർഷം കഠിന തടവ് ശിക്ഷിച്ചു. പ്രമുഖ അഭിഭാഷക സെലിൻ വിൽഫ്രഡ് ആയിരുന്നു പ്രതിക്ക് വേണ്ടി ഹാജരായി. അദ്ദേഹം വാദിച്ച ഈ ഒരു കേസിൽ ഈ ഓസ്ട്രേലിയൻ പൗരന് ലഭിച്ച ശിക്ഷ 10 വർഷം തടവും 1 ലക്ഷം രൂപയുമാണ്. പിന്നീടാണ് നമ്മുടെ ഈ വിവാദ നായകനായ ആന്റണി രാജു ഈ കേസിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെയാണ് കേസ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തത്. പക്ഷെ അത് വാദിച്ചത് ഈ സെലിന്റെ ജൂനിയർ ആയ ആന്റണി രാജുവാണ്. എങ്ങനെയാണ് ഈ ഓസ്ട്രേലിയൻ പൗരൻ നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഇത്തരത്തിലൊരു കേസുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക്, അതും നിരപരാധി എന്ന ലേബലിൽ പുറത്തേക്ക് പോയതെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ആന്റണി രാജുവിന്റെ നേതൃത്വത്തിൽ അടിവസ്ത്ര കൊള്ള നടന്നു എന്ന് പറഞ്ഞു. അടിവസ്ത്രം, ഇയാൾ ധരിച്ചു വന്ന അടിവസ്ത്രത്തെ മാറ്റി വേറൊരു അടിവസ്ത്രം വെച്ചിട്ടാണ് പിന്നീട് ഈ കേസ് വാദിച്ചത്. കോടതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ അടിവസ്ത്രം ഈ ആൻഡ്രൂസിന്റേതല്ല, അദ്ദേഹത്തിന് പാകമാകില്ല എന്ന് കോടതിക്ക് ബോധ്യമായപ്പോഴാണ് ഈ ആൻഡ്രൂസ് ഈ കേസിൽ നിന്നും മോചിതനായി നിരപരാധിയായി പുറത്തേക്ക് പോകുന്നത്. ഇവിടെ നിന്നും മോചിതനായ അല്ലെങ്കിൽ നിരപരാധിയായ ആൻഡ്രൂസ് ഓസ്ട്രേലിയയിൽ തിരിച്ചു പോയി. അവിടെ ചെന്ന് ഒരു കൊലക്കുറ്റത്തിന് അറസ്റ്റിലായി. അവിടെ ചെന്ന് സഹ തടവുകാരായിട്ട് ആൻഡ്രൂസ് ഒരു വീരകഥ എന്ന പോലെയാണ് പറഞ്ഞത്. കാരണം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഞാൻ വന്നിറങ്ങി, 61 ഗ്രാം ഹാഷിഷ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പുഷ്പം പോലെ അവിടുന്ന് രക്ഷപ്പെട്ടു. എങ്ങനെയായിരുന്നോ? അവിടെ ഒരു പ്രഗത്ഭനായ ഒരു വക്കീൽ ഉണ്ടായിരുന്നു. ആ വക്കീലിന്റെ പേരാണ് ആന്റണി രാജു. എങ്ങനെയിരിക്കുന്നു അല്ലെ? ഇതെല്ലാം വള്ളിപ്പുള്ളി കേട്ട് എല്ലാം മനസ്സിലാക്കിയ ആള്. അങ്ങനെ എങ്ങനെയാണ് താൻ അവിടുന്ന് പുറത്തേക്ക് രക്ഷപ്പെട്ടതെന്ന് കൂടി ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതിവിദഗ്ധമായി പറഞ്ഞു, താൻ ധരിച്ചു വന്ന അടിവസ്ത്രം അവിടുത്തെ, അതായത് കോടതിയിലെ ക്ലർക്കിന്റെ സാന്നിധ്യത്തിൽ, ആ ജോസ് എന്നാണ് ആ ക്ലർക്കിന്റെ പേര്, ജോസിന്റെ സഹായത്തോടെ ആന്റണി രാജു എന്ന വക്കീല്, അതായത് ഇയാളുടെ വക്കാലത്തെടുത്ത വക്കീല്, ആ അടിവസ്ത്രത്തെ മാറ്റി അതിന് വെട്ടിക്കുത്തി, അതായത് ആ അടിവസ്ത്രം ഒറ്റ നോട്ടത്തിൽ കണ്ട ആൻഡ്രൂസിന്റേതാണ് തോന്നാത്ത രീതിയിൽ അതിലെന്തൊക്കെയോ ചെറുതാക്കുകയോ ചെയ്തു. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഇത് തിരിച്ച് ജോസിന്റെ സഹായത്തോടു കൂടി അവിടെ വച്ചു. അങ്ങനെ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ അടിവസ്ത്രം തനിക്ക് പാകമാവില്ല, പിന്നെ ഞാൻ എങ്ങനെയാണ് ഈ 61 ഗ്രാം ഹാഷിഷുമായിട്ട് തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നത്? ഞാൻ സാധാരണയായിട്ട് കൊച്ചിയിൽ വന്നൊരു മനുഷ്യനാണെന്ന രീതിയിലാണ് അവർ സംസാരിച്ചത്. കേരളത്തിലേക്ക് വിസിറ്റ് വന്ന രീതിയിലാണ് സംസാരിച്ചത്. അങ്ങനെയാണ് താൻ ഇവിടെ നിന്ന് വിദഗ്ധമായിട്ട് രക്ഷപ്പെട്ടു പോയെന്ന് പറഞ്ഞതും ആ സഹ തടവുകാരൻ അവിടുത്തെ ഓസ്ട്രേലിയയിലെ പോലീസിനോട് ഈ കാര്യങ്ങളെല്ലാം വള്ളിപുള്ളി തെറ്റാതെ പറഞ്ഞു. അവർ എന്ത് ചെയ്തു? ഇന്റർപോൾ, നമ്മുടെ CBIക്ക് ഈ വിവരം കൈമാറി. CBI ആണ് ഇവിടുത്തെ നിയുക്ത പോലീസുകാരനായ TP സെൻകുമാറിന് ഈ വിവരം കൊടുത്തത്. പിന്നീട് അങ്ങോട്ട് അന്വേഷണത്തിന്റെ പേമാരിയായിരുന്നു നടന്നത്. കേരളക്കര കണ്ടത് ഒരു അടിവസ്ത്ര കൊള്ളയാണ്. അതൊരു 1.5 കൊള്ളയായി പോയി. പുറത്താരോടെങ്കിലും പറയാൻ പറ്റുമോ? ആദ്യമായിട്ടൊരു അടിവസ്ത്രം മാറ്റിയിട്ട് ആദ്യമായ ഒരു MLA പ്രതിക്കൂട്ടിലായ കഥ. അതും ഒരു അഭിഭാഷകനായിരുന്നു. എന്നാൽ ഈ അഭിഭാഷകൻ ഇപ്പോൾ അഭിഭാഷകനായിരുന്നു, പക്ഷെ ഈ ഒരു കേസ് വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം MLA ആണ്.
ഒപ്പം രണ്ടാം പിണറായി സർക്കാരിന്റെ ഗതാഗത മന്ത്രിയും കൂടി ആയിരുന്നു. 2 ടേൺ ഉണ്ടായിരുന്നു. അതായത് ആദ്യം 1 വർഷം 2 വർഷം എങ്ങാണ്ടായിരുന്നു ഈ ആന്റണി രാജു ഗതാഗത മന്ത്രിയായത്. അതിനുശേഷമാണ് ഇപ്പോഴത്തെ വിവാദ നായകനായ ഗണേഷ് കുമാർ കൂടി ഗതാഗത മന്ത്രി പട്ടം വന്നത്. എന്തായാലും ഗതാഗത മന്ത്രി എന്ന ഒരു പദവിക്ക് വല്ലാത്തൊരു ശാപം കിട്ടിയതാണ്. ഒരിക്കലും മോചിതനാകാത്തതാണ്. കാരണം ആദ്യം ആ പദവി അലങ്കരിച്ച ആന്റണി രാജു അടിവസ്ത്ര കൊള്ളയില് പിടിയിലായി. രണ്ടാമത് KB ഗണേഷ് കുമാർ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവിഹിത കഥയിൽ വിവാദ നായകനായി ഇരിക്കുകയാണ്. എന്നാലും പിണറായി സർക്കാരിന് ഇലക്ഷൻ അടുത്ത സമയത്ത് നല്ലൊരു കോളാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ട്രയൽ തുടങ്ങി. വഞ്ചിയൂരിൽ നിന്നും നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് കേസ് കൈമാറി. വാദം തുടങ്ങി. അങ്ങനെയാണ് 2026 ജനുവരി 3-ാം തീയതി ഒരു വിധി വന്നത്. ആരെ കുറ്റക്കാരനാക്കിക്കൊണ്ട്? ആന്റണി രാജുവിനെ കുറ്റക്കാരനാക്കിക്കൊണ്ട് വിധി വന്നത്. ആ വിധിയിൽ പിന്നെയും ഒരു അപ്പീല് ആന്റണി രാജു നൽകിയിട്ടുണ്ട്. കാരണം ആ ഒരു വിധി വന്നു കഴിഞ്ഞാൽ അത് ആന്റണി രാജുവിന്റെ കരിയറിൽ തന്നെ ഒരു വലിയ ബ്രേക്ക് ആവും. കാരണം എന്താണെന്നറിയോ? ശിക്ഷ അനുഭവിക്കേണ്ടി വരും. 3 വർഷം തടവ് ശിക്ഷയാണ് അനുഭവിക്കേണ്ടി വരിക. മാത്രവുമല്ല MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കപ്പെടുകയും ചെയ്യും. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആൾക്ക് മത്സരിക്കാനും സാധിക്കുകയില്ല. ഇത് മുന്നിൽ കണ്ട് ആന്റണി രാജു അപ്പീൽ നൽകി. ആ അപ്പീലാണ് മാർച്ച് 17-ാം തീയതി സുപ്രീം കോടതി തള്ളിക്കളഞ്ഞത്. ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അപ്പീൽ തള്ളിക്കളഞ്ഞപ്പോൾ ആന്റണി രാജുവിന്റെ ഏറ്റവും വലിയ മോശ സമയമാണ് തുടങ്ങിയത്. ഇനി ആന്റണി രാജുവിന് ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കുകയില്ല. കള്ളന്മാരുടെ കൂട്ടമാണ് ഇപ്പോൾ LDF സർക്കാർ. നമ്മൾ ഒരുപാട് കള്ളത്തരങ്ങൾ കണ്ടു. ഒരുപാട് കൊള്ളകൾക്ക് സാക്ഷ്യമായി കേരള ജനത കണ്ടിരിക്കുകയാണ്. ഒപ്പം കൊലപാതക രാഷ്ട്രീയം കൂടിയാണ്. ഇതെല്ലാം കൂട്ടുപിടിക്കുന്ന പിണറായി സർക്കാർ ഇവരെയൊക്കെ ചേർത്ത് പിടിക്കേണ്ട വല്ല ആവശ്യകതയുണ്ടോ? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. എന്തോരം കൊള്ളകളാണ്! കേരള ജനതയ്ക്കല്ല, ഇന്ത്യൻ ജനതയ്ക്കാണ് നാണക്കേടാണ്. ഒരു അടിവസ്ത്ര കൊലയിൽ ആദ്യമായിട്ട് ഒരു MLAയും അതേപോലെ ഒരു മന്ത്രി പദവി അലങ്കരിച്ച ഒരു വ്യക്തി പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. മാത്രവുമല്ല നിയമം അറിയാവുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഇയാള്. നീതിന്യായ വ്യവസ്ഥയ്ക്ക് തന്നെ ഏറ്റവും അപമാനകരമായ ഒരു സംഭവം തന്നെയാണ്. ഇനി എത്ര കൊള്ളകളാണ് ഇതേപോലെ മറഞ്ഞിരിക്കുന്നതെന്ന് ദൈവം തമ്പുരാന് മാത്രം അറിയാം.